ഞാൻ ഈ കിണർ കുഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണിയായുധങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയില്. രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ. ഇതെടുത്ത് മാറ്റ്. ആ വസോണ, ഇതെടുത്ത് താഴത്തേക്ക്. പണിയായുധങ്ങളൊക്കെ എടുത്തോണ്ട് വാ. ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ വെലുവാപക്ഷി ചിലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട. വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ? കാര്യമുണ്ട്, അത് തന്നെ. പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. വെലുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാര് കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു.
തുടക്കം മുതലേ ദുശകുനങ്ങൾ. 45 കോൽ കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയില് ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്തിരി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തു കൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസോണ്ണം വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോടെ ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്തിരിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ച വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാലും യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? ഇവന്മാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോയായാ മതിയായിരുന്നു. ഉറപ്പിച്ച സ്ഥലത്ത് തന്നെ കിണർ കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപി? അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി. ഇത് ദേവയാനി, ദേവൂന്ന് വിളിക്കും. സോമാജി വൈദ്യരുടെ വളർത്തുമകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ പണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു. എന്നിട്ടും കിണർ കുത്തിക്കെന്താ ഒരു പേടി? അവന്റെ പേര് കിണർ കുത്തിന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ? പ്രേമചന്ദ്ര സുന്ദര കിണറുകുത്തി. ആരുടെ തമാശ കേട്ടോ? ദേവി ആരുടെ തമാശ കേട്ടോ? ഈ തമാശക്ക് പകരം
ഈ കിണർ കുത്തി 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 ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ടി കിടന്ന് ആടണം. ഒരു ദേവയാന. കഴുക്കോലൂത്തി ചട്ടുണ്ടാക്കണം ഇപ്പൊ തന്നെ. മണ്ണിളക്കുള്ള ഭൂമിയാ. ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കട്ടൻ കട്ടൻ സിമെന്റ് കൊണ്ടുപോവാ. മണ്ണ് കോരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം. കേട്ടില്ലേ? കട്ടൻ സിമെന്റ് വേണം, മണ്ണ് മാറ്റാൻ ആളും. ആ കിണർ പണിയെ സ്വപ്നഭൂമി ആരെയും കിട്ടില്ല. ചെയ്യാനുള്ള 4 പേരോട് ചെയ്തു. എന്തേ? ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്തം കില്ലാടി ഒന്നും ഏറ്റെടുത്താൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട. വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം. ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല. ഇതെന്തിനായോ? എവിടത്തിനായോ? ന്യായം പറയുന്നു വേണ്ട. രാജ്യത്തിന്റെ അത് റേറ്റ് കയറ്റി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാൻ നാക്ക് എവിടെ പോയി? നാക്ക് വായില്. എല്ലായിടത്തുള്ള കീഴൊടുക്കാതെ. ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും കൂടെ പേടിച്ചു പോയി അല്ലേ? എനിക്ക് ആളെ കിട്ടണം, എന്നാലും പണി നടക്കൂ. ഒറ്റ പണിക്ക് പോരുത്. വേറെ സ്ഥാനത്ത് കിണർ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കുവാണ്. ഇവിടെ നേരം പണിക്ക് വരില്ല. പേടിയാണെന്ന് പറ. പണ്ട് തഹസിൽദാർ പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ലോ 17 ആൾക്കാര്. ഇപ്പൊ എല്ലാവർക്കും പേടി, സർവത്ര പേടി. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലോടത്തുനിന്ന് വന്ന് ഞാൻ ഒരുത്തൻ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം. വാ, ചാവാൻ തന്നെ വിളിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേണ്ട, നിമിത്തം നോക്കാം. ഉടുക്കെടുക്ക്. മണ്ണ് വഴിയേ സൊല്ലേ. ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട. ഇടത്തോട്ട് വീണാൽ പണിക്ക് വരണം. ഇടത്തോട്ട് വീണു, പണിക്കാ. മണ്ണ് വഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല. ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല. ഒരുപാട് പേരൊന്നും വേണ്ട. ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില്, ഒരാളെങ്കിലും. എന്നാലേ കിണർ ഞാൻ പണിയൂ. എടാ പ്രേമ, നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാം. അതിനുള്ളിൽ ആരും വന്നില്ലേ നമുക്കങ്ങ് പോവാം. അവരെന്ത് വേണം ചെയ്തോട്ടെ. 1 2 3 4 5 6 പകരിക്കൂലമ്മ ഒരുത്തന് വരല്ലേ. 7 ഒന്ന് മാറുന്നേ. സാരില്ലപ്പാ, സാരില്ല. അവളത് പിന്നെ 4 ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ, എവിടെ ഇറക്കണ്ടേ? വാസോണ്ണ പിടിച്ച് താഴ്ത്തിറക്ക്. നിക്ക്. കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. അയ്യാ, ഒരു കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ
ഞാൻ ചോദിച്ച കൂലി ഞാൻ തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസോണ്ണ ഓ. എവിടെയെങ്കിലും ഇറക്കി വെക്കി. ആ മോളി തിരി ആ മെല്ലെ മെല്ലെ. ആ ഇതൊരു ദുസൂചനയാ, ശക്തമായ ദുസൂചന. അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന ആ മരം ഇപ്പൊ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വീഴുവോ? അയ്യാ, നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ? മരണം അതിന്റെ കോട്ടവാതിൽ തുറന്നിരിക്കുക. പിന്നെ കേട്ടോ ഒന്നും ചില്ലറ കാര്യമല്ല പ്രേമ, സൂക്ഷിക്കണം. നമുക്കിറങ്ങാം. നമുക്കിപ്പോ തന്നെ പോവാം. മതി. എന്താ അയ്യാ ഒന്നും പറയാത്തേ? പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും. തൽക്കാലം ഇന്നത്തെ കിണർ പണി ഇവിടെ നിർത്താം. നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും. അത്ര തന്നെ. വാ പോവാം. വല്ലാതൊരു കഷ്ടപ്പാടില്ല കുടുങ്ങിയത്. ഓ ചുമടിറക്കിയ കൂലി ആകെ ആദ്യം പിടിച്ച് വെക്കുമ്പോ ഒരു കൂലി. ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ ഏ? നാളെ എപ്പോഴാ വരണ്ടേ? അതേ നാളെ പറയാം. അവിടെ പോവാം. ആ പോവന്നെ. വാ വാ. മരം വീണത് മണ്ണിനടിയിൽ വെള്ളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ. അത് ശുഭലക്ഷണമാണെന്ന് വേദപുസ്തകത്തിലുണ്ട്. വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത്. അതിന്റെ പ്രതിഷേധമാ. ഒന്നും പറയണ്ട. സാക്ഷാത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കത്തില്ല. ആ ദേവു അവൾ ഒരുത്തിയില്ലായിരുന്നു, അപ്പൊ തന്നെ രക്ഷപ്പെടാമായിരുന്നു. എവിടെ രക്ഷപ്പെടാൻ? എങ്ങോട്ട് രക്ഷപ്പെടാൻ? ആരോ എന്നെ പിടിച്ചു നിർത്തേ മണ്ണില്. ആര്?